എന്റെ ചോദ്യം വളരെ ലളിതമാണ് ശ്രീ ജയചന്ദ്രൻ. എന്താണ് പോലീസ് ഈ എഫ്ഐആർ ഇടാത്തതിന്റെ കാരണം? പോലീസ് എഫ്ഐആർ ഇടാനായിട്ട് ഇവർ ആവശ്യപ്പെട്ടു എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഇഡി എന്തായാലും കോടതിയിൽ പോയി നുണ പറയില്ലല്ലോ അല്ലെ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അങ്ങനെ പോലീസ് കേസെടുക്കണോ വേണ്ടയോ എന്നുള്ള ഉപദേശം നൽകേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിന്റെ ചാർജുള്ള മന്ത്രി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. CPM പ്രതിക്കൂട്ടിലായോ? സമ്മതിക്കോ? പിണറായി വിജയൻ ഈക്വൽ CPM എന്ന് ഇനിയെങ്കിലും ശ്രീ ജയചന്ദ്രൻ സമ്മതിക്കോ? അതല്ല ഉദ്ദേശം. പിന്നെ CPM ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ചേർത്ത് കളയണം എന്ന് ശ്രീജിത്ത് പണിക്കർക്ക് നിർബന്ധമുണ്ടെങ്കിൽ താങ്കളത് ചെയ്തോളൂ. എനിക്ക് അതിൻ്റെ അകത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും താങ്കൾ അല്ലല്ല. ശ്രീജിത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി എഫ്ഐആർ ഇടാത്തത് എന്തുകൊണ്ട്? കോടതിയിൽ എഫ്ഐആർ ഇടാത്തത് എന്തുകൊണ്ട്? അത്രേ ഉള്ളൂ. ഉപദേശം SHOയ്ക്ക് കൊടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. എന്തുകൊണ്ടിട്ടില്ല? ഞാൻ പറയട്ടെ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. അല്ല, അതിനല്ല സുപ്രീം കോടതിയിൽ ഈ വിജയ് മദൻലാൽ കേസ് പിന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉദ്ധരിച്ചിരിക്കുന്നത്. അതില്ലാതെ തന്നെ ചെയ്യാമല്ലോ. എന്താ ചെയ്യാതിരുന്നത്? അത് അത് വേറെ കാര്യമല്ലേ? വേണ്ടെന്ന് പറഞ്ഞത് അത് വേറെ കാര്യമല്ലേ? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. 120B ഗൂഢാലോചന കേസ് ചാർജ് ചെയ്യാനായിട്ട് ED പറഞ്ഞാൽ പിണറായി വിജയന്റെ മകൾ അതിൽ പ്രതിയാകുമോ? എന്റെ ചോദ്യമാണ്. 120B ഗൂഢാലോചന ചാർജ് ചെയ്യാൻ ED SHOയോട് ആവശ്യപ്പെട്ടാൽ കേരള പോലീസ് കേസെടുത്താൽ വീണ വിജയൻ പ്രതിയാകുമോ? 1. 2. 411 പ്രകാരം കോഗ്നിസബിൾ ഒഫൻസിൽ സ്റ്റോളൻ പ്രോപ്പർട്ടി സ്വീകരിച്ചു. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. അല്ല, ഞാൻ ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ കർത്തയുടെ കാര്യമൊന്നുമല്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസിന്റെ മെറിറ്റിലേക്ക് പോയോ? നിങ്ങൾ താങ്കൾ ഈ അരി എത്ര താല്പര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കില്ല. ഞാൻ ചോദിക്കുന്ന ലളിതമായ ചോദ്യം, എന്തുകൊണ്ട് 2 തവണ ആവശ്യപ്പെട്ടിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ഉപദേശം അനുസരിച്ചിട്ട് ഒരു കേസ് എടുക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല? ആ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജയചന്ദ്രൻ സാറേ? എനിക്ക് ഞഞ്ഞാ പറയാനേ അറിയൂ. പക്ഷെ അത് കേൾക്കാനുള്ള ബാധ്യത സാറേ, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ താങ്കൾ ഇതേപോലെ ഒരു മുട്ടാ ന്യായം പറഞ്ഞപ്പോ ഞാൻ താങ്കളെ തിരുത്തിയിരുന്നു. ഞാൻ താങ്കളെ തിരുത്തിയപ്പോ താങ്കൾ അന്ന് എന്നോട് ദേഷ്യപ്പെട്ടു. താങ്കൾ പറഞ്ഞത് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയല്ല, താങ്കൾ പറഞ്ഞത് അപഹാസ്യമായിട്ടുള്ള വാദമാണെന്ന് ഞാൻ പറഞ്ഞപ്പോ താങ്കൾ അത് ഒഫൻഡഡ് ആയി. അത് കേട്ടപ്പോ ഒരു ചർച്ചയിൽ അതേ വാദം ഇന്ന് CMRL കോടതിയിൽ പറഞ്ഞു. എന്താ ഈ ഇൻകം ടാക്സിന്റെ കേസ് സെറ്റിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ഇമ്മ്യൂണിറ്റി കൊണ്ട് PMLA അന്വേഷിക്കാൻ കഴിയരുതെന്ന് താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ വാദം അത് തന്നെയായിരുന്നു. അത് ഞഞ്ഞാ പറയലായിരുന്നു. ഇപ്പൊ താങ്കൾ പുതിയ ഞഞ്ഞാ പറയലാണിത്. എന്റെ ചോദ്യം ലളിതം. 411 IPC വകുപ്പ് എന്ന് പറയുന്നത് കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ഒരാൾ സ്റ്റോളൻ പ്രോപ്പർട്ടി സ്വീകരിച്ചു. ആ കേസ് എടുക്കാൻ EDയുടെ താല്പര്യത്തിനനുസരിച്ച് കേരള പോലീസ് തയ്യാറായിരുന്നെങ്കിൽ വീണ വിജയൻ പ്രതിയാകുമായിരുന്നില്ലേ? 120B എന്ന് പറയുന്നത് ഗൂഢാലോചനയാണ്. ഗൂഢാലോചന കർത്തായും കൂടെ ഗൂഢാലോചന നടത്തിയെന്നല്ലോ. അങ്ങനെയാണെങ്കിൽ പണം സൈഫൺ ഓഫ് ചെയ്യുന്നതിന് എക്സാലോജിക്കുമായിട്ട് ഗൂഢാലോചന നടത്തിയെന്നേ കേസ് വരത്തുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇതിൽ പ്രതിയായി വരുമെന്ന് തോന്നുമ്പോൾ ആഭ്യന്തര വകുപ്പ് കേസ് എടുക്കണ്ട എന്ന് കേരള പോലീസിനോട് പറഞ്ഞു എന്നുള്ളതാണ് സാധാരണ ഐക്യമുള്ള ഒരാൾ മനസ്സിലാക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന് CPM ഐക്യു വേണ്ട. സാധാരണ ഐക്യമുള്ള ഒരാൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ആഭ്യന്തര വകുപ്പ് ഇതിൽ പ്രതികളെ സംരക്ഷിച്ചു എന്നാണ്. CPM വെട്ടിലായോ സാർ? അതാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ താങ്കൾ പറയണം എന്തുകൊണ്ട് കേരള പോലീസ് ഇതിനകത്ത് FIR ഇട്ടില്ല. അത് പറഞ്ഞാൽ മതി. കഴിഞ്ഞോ? അല്ല, ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെയൊക്കെ പറയുന്നതിന് അദ്ദേഹത്തിന്റെ കാര്യങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇന്ന് ശ്രീജിത്ത് പണിക്കർ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഇന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ വന്നതായിട്ട് ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി. ഈ അവരാകെ പരിഗണിച്ച് അല്ല താങ്കളോട് നിർത്തൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ ഇടയ്ക്ക് വരെ എന്തിനാണ് പറയുന്നത്? ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. ഹൈക്കോടതി പറയാത്ത വ്യാഖ്യാനങ്ങൾ ഇവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിലൊന്നും എനിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് നിങ്ങൾ പിണറായി വിജയനോ പോലീസിന്റെ FIR ഒക്കെ പറഞ്ഞ് എന്ത് ഉരുണ്ടുകളി എന്നുള്ളതല്ലാതെ തോന്നുന്നതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അല്ല, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞോണം. നിങ്ങൾ അതിര് കിടക്കുന്നു. എന്ത് ഞഞ്ഞാവിഞ്ഞാടെ പുറത്താണ് ED ഉദ്യോഗസ്ഥരെ CPM ആക്രമിച്ചത് പറയാനില്ല. വിളിക്കട്ടെ. അല്ല, അതിന് മറുപടി പറയാൻ അവിടെ നടന്ന 26-ാം തീയതി നടന്ന സംഭവത്തിന് മറുപടി പറയേണ്ടത് ആരാ?
കേരള പോലീസ് പറയണം, ആഭ്യന്തരമന്ത്രി മറുപടി പറയണം. ഞാൻ പല ചാനലുകളും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ മനസ്സിലാക്കേണ്ടത് എൻ ജയചന്ദ്രൻ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ആഭ്യന്തര വകുപ്പും പോലീസും മറുപടി പറയണം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമല്ലേ ഈ മാസപ്പടി കേസിൽ ഈ പറയുന്ന എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എന്ന് ഇ ഡി ആവശ്യപ്പെട്ടപ്പോൾ അത് ചെയ്യാതിരുന്ന കാര്യത്തിലും പോലീസും ആഭ്യന്തര വകുപ്പും മറുപടി പറയണ്ടേ? ഇതാണ് ശ്രീജിത്ത് പണിക്കർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എഫ്ഐആർ ഇടാത്തതിന്റെ ഉത്തരവാദിത്തം ആർക്ക്? അതാ ശ്രീജിത്ത് പണിക്കർക്കെല്ലാം വേണുവിന് ഉൾപ്പെടെ ഞാൻ മറുപടി പറഞ്ഞത്. അത് ആവേണ്ട ഘട്ടത്തിൽ അത് ചെയ്തോളും. അതിനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുവാദം കൊടുത്തിരിക്കുന്നത് ഇ ഡിക്ക്. ആ അനുവാദവുമായിട്ട് ഇ ഡി മുമ്പോട്ട് പോയിക്കോളും. അതിന് മുൻകൂട്ടി കയറി എന്തുകൊണ്ട് അല്ല, അഴീക്കോട് മാഷ് പറഞ്ഞിട്ട് പലതുണ്ടല്ലോ. നിവൃത്തിയില്ല. അല്ല, അത് ഇന്നലെ നമുക്കത് വിടാം ശ്രീജിത്ത് പണിക്കർ, നമുക്കത് വിടാം. ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കോടതിയോട് ബോധിപ്പിക്കപ്പെടുമ്പോൾ ആ കാര്യത്തിൽ കോടതി കൃത്യമായി പറയും. സാറിന്റെ ഭാഷയിൽ സാർക്ക് വേണമെങ്കിൽ പറഞ്ഞു ഒഴിയാമായിരുന്നു, അമൂർത്തമായ കാര്യങ്ങൾ മൂർത്തമായ സമയത്ത് നടന്നാൽ മൂർത്തമായ കാര്യങ്ങൾ അമൂർത്തമായ സമയത്ത് സംഭവിക്കും എന്നങ്ങൾ ഗോവിന്ദഭാഷ പോലെ അങ്ങോട്ട് പറഞ്ഞു വിടാമായിരുന്നു വേണമെങ്കിൽ. സാറേ, ഞാൻ ചോദിക്കട്ടെ, വൈരുദ്ധ്യാത്മക ഭൗതികവാദം സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ജനാധിപത്യമോ സോഷ്യലിസമോ സ്വാതന്ത്ര്യമോ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ മറ്റേ തൊഴിലാളി വർഗ സർവാധിപത്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടോ ഒന്നല്ലോ ഈ ഇ ഡി അവിടെ റെയ്ഡ് നടത്തുന്ന സമയത്ത് ഇവിടെ സമരം ചെയ്തത്. അതായിരുന്നോ ഗോവിന്ദൻ മാഷും കടകംപള്ളി സുരേന്ദ്രനും ജോൺ ബ്രിട്ടാസും ആഹ്വാനം ചെയ്തിരുന്നത്? അല്ലല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ഒരു പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് അവർ ചർച്ച ചെയ്യുന്ന സമയത്ത് അത് പിണറായി വിജയനെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ കല്ലും കട്ടയും മോട്ടയും പഴമൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് കലാപം ഉണ്ടാക്കിയിട്ട് ആ ഉദ്യോഗസ്ഥരെ നെഞ്ചത്ത് കയറിയതും ആ വണ്ടിക്കാരെ തല്ലാൻ നോക്കിയത്, ആ വണ്ടി തകർന്നു പൊളിച്ചതും ആ വണ്ടിക്കാരെ കൊല്ലാൻ നോക്കിയതും എന്ത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ന്യായമാണ് ബഹുമാനായിട്ടുള്ള ജയചന്ദ്രൻ സാർ അങ്ങക്ക് പറയാൻ സാധിക്കുക? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരെന്തൊട്ട് സേവനം കൊടുത്തത് പറയണെന്നറിയോ? പവർ ഓഫ് ദ മോണിറ്റർ. എന്നാൽ മോണിറ്റർ ഓൺ ആവുന്നു, ബാക്ക് സ്പേസ് ഞെക്കുന്നത് എങ്ങനെ, അതേപോലെ പ്രവർത്തിക്കുന്നത് എങ്ങനെ, പിന്നെ ടാലി എന്ത് കോടിക്കണക്കിന് മേടിച്ചിട്ട് പൊതുമേഖലാ സ്ഥാപനത്തില് ഈ കാശ് മുഴുവൻ തൊട്ടുകൊണ്ട് പോയിട്ട് അത് ന്യായീകരിക്കാൻ വരുമ്പോ ഒരു മാധ്യമ പ്രവർത്തനം, സീനിയർ മാധ്യമ പ്രവർത്തകനോട് എനിക്ക് ബഹുമാന പുരസ്സരം അങ്ങേ പോലുള്ള വ്യക്തിയൊന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ ന്യായീകരിക്കരുത്. 100% ഞാൻ യോജിക്കുന്നു. ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ ചെയ്യാത്ത സേവനത്തിന് കോടിക്കണക്കിന് റുപ്യ മേടിച്ചു കൊണ്ടുപോയി അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനകത്ത് AKG സെന്ററിന്റെ പേരും ഡോർ നമ്പറും ഉപയോഗിച്ചുള്ള ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയുടെ ഉടമ എന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കെ ഈ കേരളത്തിനകത്ത് ആ അഭ്യാസങ്ങളൊക്കെ കഴിച്ച് അതിനെ ന്യായീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടെടുത്ത് അത് അന്വേഷിക്കുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ച് അതിനെയും ന്യായീകരിക്കുമ്പോൾ ഈ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി പറഞ്ഞപ്പോൾ അതിനെനിക്ക് ആ രീതിയിൽ വായിക്കാൻ പറ്റില്ല എന്നുള്ള അങ്ങയുടെ വിചിത്ര കണ്ണുണ്ടല്ലോ, ആ കണ്ണിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് പിന്നെ ശ്രീ ബീരാൻ, അങ്ങയോട് ചോദിക്കട്ടെ, ബഹുമാനായിട്ടുള്ള വക്കീലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങ് ചോദിച്ചു ഞങ്ങൾക്ക് ഇ ഡി പറഞ്ഞൊന്നും കേൾക്കാൻ പറ്റൂല. സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നിങ്ങളുടെ പോലീസ് പാളയം പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ പോയിട്ട് ഉന്നത ഉദ്യോഗസ്ഥർ പോയിട്ട് അവിടുത്തെ നേതാക്കന്മാരോട് പറയാണ് പ്ലീസ് ഒന്ന് വിട്ടുതരൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി കേരളം ഭരിക്കുന്ന സമയമാണല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഭാവിയിൽ നടക്കുന്ന എല്ലാ സമരങ്ങളിലും എല്ലാ തർക്കങ്ങളിലും നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ പോയി പറയണം സാറേ ഒന്ന് വിട്ടുതാ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ തീരുമാനമെടുക്കോ? ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, അവിടെ നേതാക്കന്മാർ ആഹ്വാനം ചെയ്ത സമയത്ത് നേതാക്കന്മാർക്ക് തടയാമായിരുന്നില്ലേ? നേതാക്കന്മാർക്ക് നിയന്ത്രിക്കാമായിരുന്നില്ലേ? നേതാക്കന്മാർ പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളാണ് അവരുടെ അടികൾ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നേതാക്കന്മാർ കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അവർ അഴിച്ചുവിട്ട സമയത്ത്, അവരെ വേട്ടയാടി വിട്ട സമയത്ത്, ആ വേട്ടമൃഗങ്ങളെ പോലെ ഇവരിങ്ങനെ അഭ്യാസം കളിച്ച സമയത്ത് അവരെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവരാൻ പഞ്ചപൂച്ച മുടക്കുന്നത് കേരള പോലീസിനെ കണ്ടു സമൂഹം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിന്റെ പുറകിൽ ഒരു ഇന്റൻഷൻ ഉണ്ട്, സംരക്ഷിക്കപ്പെടണമെന്നുള്ള ബോധ്യമുണ്ട് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിക്ക് എന്ന് സംശയിക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് ഇ ഡി ഈ കേസിൽ കക്ഷി ചേർന്നത്. സംരക്ഷിച്ച കഥ പറയുമ്പോ ഇവരുടെ ഈ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ മതിൽ ചാടിക്കടന്ന് അറസ്റ്റ് ചെയ്ത പാരമ്പര്യമുള്ള CBIയുടെ കയ്യിൽ പിണറായി വിജയന്റെ ഒരു കേസ് ഇരിപ്പുണ്ട്. ആ കേസ് സുപ്രീം കോടതിയിലെ ഈ ബോംബെയിലെ തിയേറ്ററിൽ ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കിൽ സിനിമ ഓടുന്നത് പോലെയാ. ഇവരുടെ വക്കീൽ വന്ന് മാറ്റി ഒപ്പിച്ചുകൊണ്ടിരിക്കുക. അമിത്ഷാ പറഞ്ഞാൽ തൊടൽ വിഴിച്ചു വിട്ട വേട്ടപ്പട്ടികളെ പോലെ പ്രതിപക്ഷ നേതാക്കന്മാരെ പിടിച്ചുകൊണ്ടുവന്ന പാരമ്പര്യമുള്ള CBI പിണറായി വിജയന് കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റിയോളം വരില്ല. പാളയത്ത് നടന്ന വിഷയത്തിലേക്ക് എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? എന്താണ്
അടിസ്ഥാനത്തിലായിരുന്നു നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർ ശരി 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 ഷിബു ശരി ഉല്ലാസ് ശരി 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 അവസാനമായി ശ്രീജിത്ത് ശരി 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 അവസാനമായി ശ്രീജിത്ത് ദയവേത് അല്ലല്ല മതി മതി ഷിബു ഉല്ലാസ് സംവിധാനം കേരളത്തിന്റെ ഇവിടെ ശ്രീ ഷിബു മീരാൻ പറഞ്ഞതിലെ ഒരു പ്രശ്നമുണ്ട്, അത് അദ്ദേഹം മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സെക്കൻഡ് എന്താ എന്റെ ഉദ്ദേശം? ഇ ഡി പറയുന്നത് കേൾക്കാനല്ല കേരള പോലീസ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇ ഡി പറഞ്ഞപ്പോ കഴിഞ്ഞ സർക്കാരിന്റെ കേരള പോലീസും ഒരു FIR ഇട്ടില്ല 2 തവണ എന്നുള്ളത് ഓർക്കണം. അപ്പൊ അതിന്റെ ഈ കോഴ്സ് ഓഫ് ആക്ഷനിൽ മാറ്റം വന്നിട്ടില്ല എന്നാണ് ഷിബു മീരാൻ ഇവിടെ പറയുന്നത്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഇ ഡി പറയുന്നത് കേരള പോലീസ് കേൾക്കണം. കാരണം ഇതിലെ പരാതിക്കാരൻ, ശരിയായ പരാതിക്കാരൻ എന്ന് പറയുന്നത് ഇ ഡി ആണ്. ഇതിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് ഇ ഡിയുടെ ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് ഇ ഡിയുടെ കൺസേൺസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കേന്ദ്രം മറ്റുള്ള ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു, അതിനുപയോഗിക്കുന്ന ഏജൻസി എന്ന രീതിയിലല്ല കാണേണ്ടത്. മറിച്ച് ഇങ്ങനെയുള്ള ഒരു ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് ഇ ഡി ആണ് എന്നതുകൊണ്ട് അതിന്റെ കൺസേണോട് കൂടി തന്നെ കാണണം. എന്തോ ഒരു വലിയ വിപത്ത് വരാനിരുന്നതാ, അത് ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിലൂടെ പോയി എന്ന് വിചാരിച്ചാൽ മതി.